അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ വന്നാൽ മിനിറ്റുകൾ കൊണ്ട് ലോൺ എടുക്കാവുന്ന മൊബൈൽ ആപ്പുകളുടെ കാലമാണിത്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിന്റെ നൂലാമാലകളെ കുറിച്ച് ഓർത്ത് അത് വേണ്ടെന്ന് വെച്ച് പെട്ടെന്ന് പണം കിട്ടാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാർ ചെന്നു ചാടുന്നതാകട്ടെ ആപ്പുകൾ വഴി വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിന് മുന്നിൽ. മിനിറ്റുകൾക്കുള്ളിൽ വായ്പ നൽകുന്ന ഇത്തരം ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ജീവിതം താറുമാറായി ഒടുക്കം മരണം തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കേരളത്തിലും വർദ്ധിക്കുകയാണ്. ജാമ്യമോ ഈടോ കൂടുതൽ ചോദ്യങ്ങളോ ഒന്നുമില്ലാതെ പണം കടം കിട്ടുന്ന ഇത്തരം ആപ്പുകളിൽ തലവെക്കുകയാണ് യുവാക്കളും വീട്ടമ്മമാരും ഉൾപ്പെടെ നിരവധി പേർ. ഭീമമായ കൊള്ളപ്പലിശ ഈടാക്കി എരുതിയിലുള്ള മനുഷ്യരെ വറചട്ടിയിലേക്ക് വലിച്ചെറിയുകയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ. ചൈനീസ് ആപ്പുകൾ വഴി 1500 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ 2 മലയാളികൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് ചൈനയിലെ അജ്ഞാത കേന്ദ്രങ്ങളിലാണ്. രാജ്യാന്തര തലത്തിൽ വേരുകളാഴ്ത്തിയ സംഘത്തെ നിയന്ത്രിക്കുന്നതാരാണ്? സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സൈബർ കൊള്ള സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിനെന്താ സാധിക്കില്ലേ? ന്യൂസ് ബസ് ചോദിക്കുന്നു, ലോൺ ആപ്പുകളെ ആര് നിയന്ത്രിക്കും?